എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇമിയാനുള്ള അലങ്കാർ ബുട്ടിക്കിൽ നിന്നും അലങ്കാർ ബുട്ടിക്ക് തൃശ്ശൂരും നെല്ലിക്കൊന്നും അതുപോലെ തന്നെ മാളയിലുമാണ് ഉള്ളത്. നമുക്ക് ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരെയായി. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല നമുക്ക് കല്യാണങ്ങൾ വരവായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് കാണിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, സെമി റോ സിൽക്കാണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലോണം ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. അങ്ങനെ ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള പ്രിന്റും മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഓൾ ഓവർ ബോഡിയുടെ സാരിയുടെ രണ്ട് ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ ബോർഡേഴ്സ് ആണ് വരുന്നത്. ഓൾ ഓവർ ബോഡി ഒരു നമ്മുടെ ഒരു പാലട ഒരു ബേജ് കളറിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ താഴെ ഭാഗത്തേക്കായി ഇതുപോലെ എംബ്രോയിഡറി ആണ്. താഴെ ഭാഗത്തേക്ക് ഈ വന്നേക്കുന്നത് എല്ലാം എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ല ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പല്ലുവിന്റെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര അടിപൊളി ഫിനിഷിംഗ് ആണ്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷിബോരി പ്രിന്റ്സ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് ഇട്ട് പോവാം. ഇപ്പൊ ബോഡി മൊത്തം ഈ ബേജ് കളറും ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്കുമാണ്. അത് നല്ലൊരു ഡീസെന്റ് ക്ലാസി കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലോണം ഒതുങ്ങി കിടക്കും. 1 ലെയർ ആയിട്ടായാലും പ്ലീറ്റഡ് ആയിട്ടായാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനിയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക്. പ്രൈസിങ് വരുന്നത് 4150. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതും സെമി സിൽക്കില് സെമി ജൂട്ടിൽ വരുന്ന ഒരു സാരി ആട്ടോ. നല്ലോണം ഒഴുകി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് 1 ലെയർ ആയിട്ടായാലും നല്ല ഒതുക്കം ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടായാലും നല്ല രസം ഉണ്ടാവും. ഈ സാരിയുടെ ഒരു പ്രത്യേകത, സാരി ഫുൾ പ്രിന്റഡും അതുപോലെ ഈ പ്രിന്റ് കൂടെ അതിന്റെ ബോർഡേഴ്സ് ഹൈലൈറ്റും ചെയ്യാൻ കാന്താ വർക്കും ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് ടങ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഷെയ്ഡിൽ ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഒരു ആന്റിക് സട്ടിൽ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കാന്ത പ്രിന്റിൽ ബോർഡർ ഹൈലൈറ്റനിങ് ചെയ്യാനായിട്ട് കാന്ത വർക്ക് ആണ് വന്നിരിക്കുന്നത്. നല്ലോണം ഒഴുകി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ബ്ലൗസ് പീസ് വരെ ഈ ഒരു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. വിത്ത് ബോർഡേഴ്സ് കാന്ത വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് നോർമൽ കാണുന്ന പട്ട് സാരി അല്ലെങ്കിൽ ടെസ്റ്റഡ് റോ സിൽക്ക് എന്നൊക്കെ മാറി നമുക്കറിയാം ടാസൽസ് ഒക്കെ നമുക്ക് പ്യുവർ ടാസൽസ് വരുമ്പോൾ എങ്ങനെയായാലും അതിൽ വർക്ക് വരുന്നതാണെങ്കിൽ ഒരു 7000+ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലാസി ആയിട്ട് നിൽക്കുകയും ചെയ്യും. വർക്കും ഇത്രയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിങ്ങിന് ഭയങ്കര ബെസ്റ്റ് ഫോർ ദ റേഞ്ച് ആണ്. പ്രൈസിങ് വരുന്നത് 3895. അടുത്തത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരി ആട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഇതുപോലെ ബോർഡേഴ്സിലേക്ക് പ്രിന്റും അതുപോലെ പീത്ത വർക്കും ആണ് വന്നിരിക്കുന്നത്. മുകളിലത്തെ ബോർഡർ പ്ലെയിൻ ആണ്, വർക്കൊന്നും വരുന്നില്ല. താഴത്തെ ബോർഡർ ആണ് ഇതുപോലത്തെ പ്രിന്റും പ്രിന്റിന്റെ ബോർഡർ ഹൈലൈറ്റനിങ് ആയിട്ട് ഇതുപോലെ പീത്ത വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സും ആണ്. അതുപോലെ തന്നെ വർക്കും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. പല്ലു സൈഡിലേക്ക് കുറച്ചും കൂടെ പ്രിന്റും വർക്കും ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ വിത്ത് സ്ലീവ്സിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലത്തെ പീത്ത വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടൂണിലേക്കാണ് അത് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് സട്ടലൊക്കെ ആയിട്ട് എന്നാൽ വലിയ ക്രൗഡഡ് അല്ലാണ്ട് എന്നാൽ ഇച്ചിരി ഫ്ലോറൽ പ്രിന്റഡ് ഒക്കെ ആയിട്ട് കൊടുത്തു പോകാൻ പറ്റുന്ന പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 4595 ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. നെക്സ്റ്റ് സാരി ലിനനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലിനനില് പ്രിന്റും പീത്ത വർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓൾ ഓവർ ബോഡി രണ്ട് സൈഡിലും ആയിട്ട് ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. ഇടവിട്ടായിട്ടാണ് ഹെവി ആയിട്ട് പീത്ത വർക്കും വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ക്ലോസപ്പ് ലുക്ക് നോക്കാം. ഇത് നല്ല ഒരു പീച്ച് അല്ല ബ്രിക്ക് അല്ലാത്തൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സിലേക്ക് ഇതുപോലെ പ്രിന്റ് ഹൈലൈറ്റ് ചെയ്യാൻ പീത്ത വർക്ക്, പിന്നെയും വീണ്ടും പ്രിന്റ് കുറച്ച് ദൂരം, അത് കഴിഞ്ഞ് പിന്നെയും ആ ഒരു പീത്ത വർക്ക് വരും. അങ്ങനെയാണ്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ഹെവി പീത്ത വർക്ക് ആയിട്ടുള്ള പല്ലുവാണ്. ക്രോഷോ ലേസ് അറ്റാച്ച്ഡ് ആണ് ബോർഡേഴ്സിലേക്ക്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇത് വന്നിരിക്കുന്നത്. വിത്ത് ലേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് ഈ സമ്മറിലൊക്കെ നല്ല ഭംഗിയായിട്ടും നല്ല ഒരു നമുക്കറിയാം ലിനൻ സാരീസ് കൊടുക്കുമ്പോൾ നല്ലൊരു കൂൾ ഫീലിംഗ് ആണെന്ന് അറിയാം. ആ ഒരു ബ്രീസിനെസിനോട് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 3895. ലിനൻ വിത്ത് ടിഷ്യൂല് വരുന്ന ഒരു സാരി ആട്ടോ അത് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു ഒരു
ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്നത് കാണിച്ചായിരുന്നു. ഇത് ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന് ടിഷ്യൂ ആണ് ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ ബോർഡേഴ്സിലേക്ക് ഇതുപോലത്തെ പ്രിന്റും പീത്ത വർക്കും ആണ് വന്നിരിക്കുന്നത്. താഴെ ബോർഡേഴ്സിലേക്ക് ഇത്രയും ഭാഗത്തേക്ക് പ്രിന്റും അതുപോലെ തന്നെ ഈ പീത്ത വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലിനൻ വിത്ത് ടിഷ്യൂ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫങ്ഷൻ വെയർ ലുക്കാണ് ആ സാരിക്ക് കൊടുക്കുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. പല്ലു ഇങ്ങനെയാണ്. ഇനി ബ്ലൗസ് പീസിന്റെ സ്ലീവ്സിലേക്ക് ഇതുപോലെയാണ് ബോർഡേഴ്സ് വരയ്ക്കുന്നത്, പ്രിന്റ് വിത്ത് ബോർഡർ ആയിട്ട്. ഈ സാരിയുടെയും ഈ പറഞ്ഞോണം ബാക്ക് പോർഷനിലേക്കായിട്ട് ഇതുപോലെ ബ്ലൗസിന്റെ ബാക്കിലേക്ക് ആയിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. വലിയ ഹെവി ആയിട്ടല്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് ബ്ലൗസിന് ബാക്കിലേക്ക് ആയിട്ട് ആ വർക്ക് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പക്ക ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 3795 ആണ്. ലിനൻ വിത്ത് ടിഷ്യൂ ബേസ് ഫാബ്രിക്കിൽ വരുന്ന വേറൊരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ബോഡി ബോർഡേഴ്സ് നല്ല ഹെവി ആയിട്ട് ഹൈലൈറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഗോൾഡൻ കളറിൽ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ഇതുപോലെ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ഹൈലൈറ്റനിങ്ങും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ആൻറ്റി ഗോൾഡൻ ഒരു ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. ത്രെഡ് വർക്ക് തന്നെ. സ്കാൽപ്പിംഗ് ആണ് ബോർഡേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹെവി വർക്ക് ആയിട്ടുള്ള പല്ലു ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരെ പ്ലെയിൻ വിത്ത് സ്കാൽപ്പിംഗ് ആണ്. ബോർഡേഴ്സിലേക്ക് സ്കാൽപ്പിംഗ് വരുന്നുണ്ട്. നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരി ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 4250. വയലറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന പോലെ നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ ആപ്ലിക് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ബേസ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സെമി സിൽക്ക് ആണ് ഇതിന്റെ ബേസ് ഫാബ്രിക്. സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ബോർഡേഴ്സിലേക്ക് ഇതുപോലെ ക്രോഷോ ലേസ് ആണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ ഇതുപോലെ പ്രിന്റും ബോർഡേഴ്സ് എംബ്രോയിഡറി വെച്ച് ഹൈലൈറ്റനിങ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. താഴെ ബോർഡേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. മുകളിലേക്ക് ജസ്റ്റ് ലേസ് ഫിനിഷിങ് മാത്രമേ ഉള്ളൂ. ഇതിന് എന്താ പറയുക, ഈ വയലറ്റിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രിന്റ് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നുമുണ്ട്. നല്ല ക്ലാസി ആയിട്ട് ഇരിക്കുന്നുമുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ വിത്ത് ക്രോഷോ ലേസ് ആണ് സ്ലീവ് എൻഡിങ്സിലേക്ക് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് കൊടുത്ത് പോകാൻ പറ്റുന്ന സാരിയാണ്. ലൈറ്റ് വെയ്റ്റഡ് ആണ്. നല്ലോണം ഒതുങ്ങി നിൽക്കും. ഈവൻ 1 ലെയർ ആയിട്ടായാലും അതുപോലെ പ്ലീറ്റഡ് ആയിട്ടായാലും നല്ല രസമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 3895 ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല ഒരു ബ്ലഷ് പിങ്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ആപ്ലിക് വർക്ക്ഡ് ആയിട്ടുള്ള സാരിയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഓൾ ഓവർ ബോഡി ഇതുപോലെ പ്ലെയിൻ ആണ്. താഴത്തെ ബോർഡേഴ്സിലേക്കാണ് പിന്നെ പല്ലുവിലേക്കാണ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ആപ്ലിക് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഫൈൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക് വർക്ക് ആണ്. താഴെ ഭാഗം മൊത്തമായിട്ട് ഇതുപോലത്തെ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഇതുപോലത്തെ ആപ്ലിക് വർക്ക് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് ഉടുത്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 3395. നെക്സ്റ്റും ഇതുപോലെ ആപ്ലിക് വർക്ക് വരുന്ന സാരിയാണ്. നേരത്തെ കാണിച്ച സാരിയുടെ സെയിം കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ ആപ്ലിക് വർക്ക് ആണ്. ബോർഡേഴ്സ് താഴെ ബോർഡേഴ്സിലേക്ക് ഇതുപോലെ ആപ്ലിക് വർക്ക് ആണ് വന്നിരിക്കുന്നത്. പല്ലു വന്നിരിക്കുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ആപ്ലിക് വർക്ക് ആണ് പല്ലുവിലേക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ്. നല്ല രസമായിട്ട് നമുക്ക് കൊടുക്കാം. നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. സെമി സിൽക്ക് ആണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒന്നും അല്ല, നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആണ്. പ്രൈസിങ് വരെ 3395. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതൊരിക്കലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.